ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണല്ലേ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രെയിനിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ എന്നുള്ളത്. ബ്രെയിനിൻ്റെ 4 ലോബുകൾ, ബ്രെയിനിന് 4 ലോബുകളാണുള്ളത്. ഈ 4 ലോബുകൾ ഏതൊക്കെയാണെന്നും ഈ ലോബുകളുടെയൊക്കെ സബ് ഏരിയാസ് ഏതൊക്കെയാണെന്നും ആ സബ് ഏരിയാസിൻ്റെ അല്ലെങ്കിൽ ഈ ഓവറോൾ ആയിട്ട് ആ ലോബിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്? ബ്രെയിനിൻ്റെ 4 ലോബുകൾ, 4 ലോബ്സ് ഓഫ് ബ്രെയിൻ, സബ് സ്ട്രക്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ലോബ്സ് ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ലോബ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഈ ബ്രെയിനിൻ്റെ ലോബുകളെ അതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചറിൻ്റെ ഒരു ബേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് പോവാം. ഒന്നാമത്തെ ബ്രെയിനിൻ്റെ ലോബാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ഫ്രോണ്ടൽ ലോബാണ് ഹ്യൂമൻ ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ലോബ് എന്ന് പറയുന്നത്. ഫ്രോണ്ടൽ ലോബ് ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ലോബ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ എന്നുള്ളത്. ഓക്കെ, ഫ്രോണ്ടൽ ലോബാണെന്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഹ്യൂമൻ ബ്രെയിനിൻ്റെ ലോബ് എന്ന് പറയുന്നത്. സോ ദിസ് റെഡ് ഏരിയ ആണ് ഫ്രോണ്ടൽ ലോബ്. ഈ ഇമേജിൻ്റെ റെഡായിട്ട് കാണുന്ന ഏരിയ ഏകദേശം നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ബ്രെയിനിൻ്റെ ഈ ഫ്രണ്ടിലുള്ള ഈ ഏരിയ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫ്രോണ്ടൽ ലോബായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സെൻറ്ററിലേക്ക് എത്തേണ്ട ഒരു ഫസ്റ്റിലത്തെ ഒരു കുറച്ച് പോർഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫ്രോണ്ടൽ ലോബ്. അതുകൊണ്ടാണ് ഫ്രണ്ട് എന്ന് പറയുന്ന, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മുന്നിൽ എന്നുള്ള ആ ഒരു വേർഡിൽ നിന്ന് ഫ്രോണ്ടൽ എന്നുള്ള ഒരു ടേമിലേക്ക് നമ്മൾ അതിനെ മാറ്റിയിട്ടുള്ളത്. സോ ഫ്രോണ്ടൽ ലോബ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് യുവർ ബ്രെയിൻ. നമ്മളിങ്ങനെ പാരലായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്രോണ്ടൽ ലോബിൻ്റെ ഏരിയാസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ എവിടെയാണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഈ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒന്നാമത്തെ ഒരു സബ് സ്ട്രക്ചർ ആണ് എന്ത്, പ്രീസെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത്. പ്രീസെൻട്രൽ ഗൈറസ് എന്താണ്? പ്രീസെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നതിന് മുമ്പ് അതിൻ്റെ സ്ട്രക്ചർ എവിടെയാണെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നോക്കാം. ഈ ബ്രെയിനിൻ്റെ ഫ്രോണ്ടൽ ലോബിൻ്റെ എൻഡ് പാർട്ട്, ഓൾമോസ്റ്റ് എൻഡ് പാർട്ട് അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ പാർട്ടിലൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രീസെൻട്രൽ ഗൈറസ് വരുന്നത്. ഓക്കെ, പ്രീസെൻട്രൽ ഗൈറസ് വരുന്നത് ആ ഒരു ബ്ലൂ കളറിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഏരിയയിലാണ് പ്രീസെൻട്രൽ ഗൈറസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീസെൻട്രൽ ഗൈറസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ആ ഒരു പ്രീസെൻട്രൽ ഗൈറസിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, പ്രീസെൻട്രൽ ഗൈറസ് ഹൗസ് ചെയ്യുന്ന ഒരു സബ് സ്ട്രക്ചറാണ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രൈമറി മോട്ടോർ കോർട്ടെക്സിലൂടെ പ്രീസെൻട്രൽ ഗൈറസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് എനിക്കിപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ ഞാൻ അറിയാതെ അങ്ങ് താഴ്ന്നു പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻവോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺഷ്യസ്ലി നിങ്ങൾ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മസിൽസിനെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യുവർ മോട്ടോർ കോർട്ടെക്സ്, പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ഈസ് വർക്കിംഗ് ഫൈൻ. ഓക്കെ, അതായത് പ്രൈമറി മോട്ടോർ കോർട്ടെക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വോളണ്ടറി മസിൽ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രീസെൻട്രൽ ഗൈറസ് എന്ത് ചെയ്യാണ്, സെൻഡിങ് സിഗ്നൽസ് ഡൗൺ ടു ദ സ്പൈനൽ കോഡ് ഫോർ മൂവ്മെൻറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾക്ക് മൂവ്മെൻറ്റ്സിന് വേണ്ടി നമ്മളെ ബോഡിയെ നമുക്ക് വേണ്ട രീതിയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈനൽ കോഡിലേക്ക്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഏരിയാസിലേക്ക് സിഗ്നൽസിനെ സെൻഡ് ചെയ്യുന്നതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്രീസെൻട്രൽ ഗൈറസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, സ്പെഷ്യലൈസ്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മളുടെ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു ഏരിയ ആണ് പ്രീസെൻട്രൽ ഗൈറസ് എന്നുള്ളത്. ഈ ഇമേജിൽ ബ്ലൂ കളറിൽ ഫിൽ ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാം. ആ പ്രീസെൻട്രൽ ഗൈറസിൻ്റെ ഇടയിലാണ് എന്തുള്ളത്, പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ഉള്ളത്. പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ആണ് നമ്മളെ വോളണ്ടറി മൂവ്മെൻറ്റ്സിന്
കാരണമായിരിക്കുന്ന ഒരു കോർട്ടക്സ് എന്ന് പറയുന്നത്, ബ്രെയിൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീ സെൻട്രൽ ഗൈറസിന്റെ പ്രധാനപ്പെട്ട വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡിങ് സിഗ്നൽസ് ഡൗൺ ടു ദ സ്പൈനൽ കോഡ് ഫോർ മൂവ്മെന്റ്. അതായത് നമുക്ക് മൂവ്മെന്റ്സ് നടത്താൻ വേണ്ടി, ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടല്ലോ ക്ലാസ് എടുക്കുന്നത്, നടക്കാൻ വേണ്ടി, ഓടാൻ വേണ്ടി, ചാടാൻ വേണ്ടി, ഡാൻസ് കളിക്കാൻ വേണ്ടി, വാട്ട് എവർ ദ മൂവ്മെന്റ്സ്, മസിൽ മൂവ്മെന്റ്സ് യു ഡു, അതിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് സ്പൈനൽ കോഡിലേക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രീ സെൻട്രൽ ഗൈറസിന്റെ എന്ത് വർക്ക്, ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോണ്ടൽ ലോബിന്റെ ഒരു ഏരിയ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഒരു ഏരിയ ആണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഇമേജ് ഇതുവരെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടായിരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നാൽ എങ്ങനെ ആയിരിക്കും എൻ്റെ ബ്രെയിൻ്റെ സ്ട്രക്ചർ, അതുപോലെ ആട്ടോ ഈ ഇമേജ് ഉള്ളത്. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി വി ക്യാൻ സേ ദ സ്റ്റാർട്ട് ഏരിയ ആണ്, ദ ഫസ്റ്റ് സ്റ്റാർട്ട് ഏരിയ ആണ്, നമ്മുടെ ബ്രെയിൻ്റെ സ്റ്റാർട്ടിങ് സ്ട്രക്ചറാണ്. നമ്മൾ ലൈക്ക് ഈ ഒരു നെക്ക് സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഏരിയ ആണ്. ഹെഡിൻ്റെ ഫോർ ഹെഡൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്റ്റഡ് നിൽക്കുന്നത്. ഒരാൾക്കാരുടെ ഫേസ് സ്ട്രക്ചറിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഓക്കെ, വാട്ട് എവർ. സോ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഈസ് അനദർ മേജർ thing that is associated with the frontal lobe. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിങ് അറ്റൻഷൻ, പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ, പ്രെഡിക്റ്റിംഗ് കോൺസിക്വൻസസ് ആൻഡ് മാനേജിങ് ഇമോഷണൽ റിയാക്ഷൻസ്. അത്യാവശ്യം നമ്മളെ ലൈഫിൽ നമുക്ക് എപ്പോഴും ഡെയിലി ലൈഫിൽ വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുക, കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് എന്താണ്, പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് കൊണ്ട് പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാനിങ്, കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് ഒരു സംഭവത്തിൻ്റെ കോൺസിക്വൻസുകളെ, പരിണിത ഫലങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ വർക്കിംഗ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇമോഷണൽ റിയാക്ഷൻസിനെ ഓരോ സാഹചര്യങ്ങളിലും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇമോഷണലി റിയാക്ട് ചെയ്യാൻ, ചിരിക്കേണ്ട ഇടത്തിൽ ചിരിക്കാനും കരയേണ്ട ഇടത്തിൽ കരയാനും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിൽ, നമ്മളെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നതിൽ, എക്സ്റ്റൻഷൻ ഓഫ് ഫിയർ റെസ്പോൺസുകളെ എക്സ്റ്റൻഷനിലേക്ക് നയിക്കുന്നത്, അതായത് നമ്മൾ പേടി പോലുള്ള കാര്യങ്ങൾ, പേടി ഉൾപ്പെടുന്ന റിയാക്ഷൻസിനെ മാനേജ് ചെയ്യുന്നതിലേക്കൊക്കെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന് എന്ത് പറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചിരിക്കേണ്ട ഇടത്തിൽ കരയും, കരയേണ്ട ഇടത്തിൽ ചിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് വളരെ പുവർ ആയിരിക്കും. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതും പിടിച്ചാറിയിരിക്കും, കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇൻറ്റൻസ് ദ ഡാമേജസ്. സോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് നിങ്ങളെ പൈസ ലാഭിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാന്നറിയോ? ഹൗ PFC ഹെൽപ്സ് യു സേവ് മണി. എങ്ങനെയാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് നമ്മളെ ഈ ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് ഇമ്പൾസ് കൺട്രോൾ എന്നുള്ളത്. ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ മറ്റൊരു എന്താണ്, ഫങ്ഷനാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, ഇമ്പൾസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ബൈയിങ്ങിന്, അതായത് ഫ്ലിപ്കാർട്ടിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ നല്ല കളർഫുൾ ആയിട്ടൊരു സംഭവം നിങ്ങൾ കാണുന്നു, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് വാങ്ങാൻ തോന്നുന്നു. പക്ഷേ അത് ഇമ്പൾസീവായിട്ട് നിങ്ങളത് ബൈ ചെയ്യുന്നതിന് നിങ്ങളെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ വാങ്ങേണ്ട ചെങ്ങ അതിൻ്റെ പൈസ അല്ല, അല്ലെങ്കിൽ വെറുതെ അതിൻ്റെ പൈസ കളയേണ്ടത് കാണാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു സംഭവം, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന് എന്തുണ്ട്, പങ്ക് വഹിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് കൺട്രോൾസ് ഓർ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇമ്പൾസ് കൺട്രോൾ ഓൾസോ. ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു സബ് ഏരിയ ആയിട്ടുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഏരിയ ആണ് ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത്. ബ്രോക്കാസ് ഏരിയ സ്പീച്ച് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അടുത്ത വാക്ക് എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്നറിയോ, ബ്രോക്കാസ് ഏരിയ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ബ്രോക്കാസ് ഏരിയ വരുന്നത്. ഈ ഒരു ഏരിയയിലായിട്ടാണ്, ലൈക്ക് ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന, ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തിരിക്കുന്ന ഏരിയയാണ് ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോക്കാസ് ഏരിയ അപ്പിയേഴ്സ് ടു ആക്ട് ആസ് ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ ടെമ്പോറൽ കോർട്ടക്സ് വിച്ച് ഓർഗനൈസസ് ഇൻകമിംഗ് സെൻസറി ഇൻഫർമേഷൻ ആൻഡ് മോട്ടോർ കോർട്ടക്സ്. മോട്ടോർ കോർട്ടക്സിന്റെയും ടെമ്പോറൽ കോർട്ടക്സിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഈ രണ്ട് സ്ട്രക്ചേഴ്സിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രോക്കാസ് ഏരിയ നിൽക്കുന്നത്. അപ്പം carries out the movement of the mouth. അതായത് മോട്ടോർ കോർട്ടക്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ മോട്ടോർ മൂവ്മെന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
എസെൻഷ്യൽ ഫോർ ലാംഗ്വേജ് പ്രൊഡക്ഷൻ ആൻഡ് സ്പീച്ച് ഫോർമേഷൻ. ഓക്കെ, സ്പീച്ച് ഫോർമേഷനും ലാംഗ്വേജ് പ്രൊഡക്ഷനും വേർഡ് പ്രൊഡക്ഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത്. ബ്രോക്കാസ് അഫാസിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ബ്രോക്കാസ് അഫാസിയ ഉള്ള ഒരു വ്യക്തിക്ക് സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വാക്കുകൾ പ്രോപ്പറായിട്ട് കിട്ടില്ല, പോസസ് ഉണ്ടാവും. സോ എന്തായാലും ബ്രോക്കാസ് ഏരിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്പീച്ച് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ഓർ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ടെമ്പറൽ കോർട്ടെക്സ് ആൻഡ് മോട്ടോർ കോർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ഫ്രോണ്ടൽ ലോബിന്റെ ഏരിയാസിനെയാണ് നമ്മൾ ഫ്രോണ്ടൽ ലോബുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. വേറെയും ഏരിയാസ് ഉണ്ട്, മേജർ ആയിട്ടുള്ള കുറച്ചെണ്ണം മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. ആൻഡ് അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മളെ ഫ്രോണ്ടൽ ലോബിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതായത് ബ്രോക്കാസ് ഏരിയയുടെ സ്പീച്ച് പ്രൊഡക്ഷൻ ഫ്രോണ്ടൽ ലോബിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പി എഫ് സിയുടെ ഇമ്പൾസ് കൺട്രോൾ, അതുപോലെ തന്നെ പിന്നെ പ്രെഡിക്റ്റിംഗ് കോൺസിക്വൻസസ്, ഇമോഷണൽ റിയാക്ഷൻ മാനേജ് ചെയ്യുക, ഇമ്പൾസ് സ്ട്രെസ് കൺട്രോൾ, ഫിയർ റെസ്പോൺസ് എക്സ്റ്റെൻഡ് ചെയ്യുക, അതൊക്കെ കാര്യങ്ങൾ. പിന്നെ വളണ്ടറി മസിൽ മൂവ്മെന്റ്സ്, പ്രൈമറി മോട്ടോർ കോർട്ടക്സിലൂടെ വളണ്ടറി മസിൽ മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ വരുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട്, ബ്രെയിൻ ലോബായിട്ട് നമ്മളതിനെ പറയുന്നത്. ഇറ്റ്സ് എ മോസ്റ്റ് കോംപ്ലക്സ് ലോബ് എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന എന്ത് ഫംഗ്ഷനും പോവാം. ആൻഡ് ഇറ്റ് വിൽ അഫക്റ്റ് അവർ ലൈഫ് വെരി ബാഡ്ലി. ഓക്കെ, വെരി ബാഡായിട്ട് നമ്മളെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്രെയിനിൻ്റെ ലോബാണ് പാരിയറ്റൽ ലോബ്, അല്ലെങ്കിൽ പെറൈറ്റൽ ലോബ് എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ, പെറൈറ്റൽ ലോബാണ് രണ്ടാമത്തെ ബ്രെയിൻ്റെ ലോബ് എന്ന് പറയുന്നത്. എ കീ പാർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ് അറൗണ്ട് യു. നമ്മളെ ചുറ്റുമുള്ള ലോകത്തിനെ പെർസീവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോബാണ് പെറൈറ്റൽ ലോബ് എന്ന് പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ ഏരിയ. ഫ്രോണ്ടൽ ലോബ് ഇതാണ്, നമ്മൾ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പാരിയറ്റൽ ലോബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാരിയറ്റൽ ലോബ് കമ്പാരിറ്റീവ്ലി ഫ്രോണ്ടൽ ലോബിനേക്കാളും കുറച്ച് ചെറുതാണ്. ഫ്രോണ്ടൽ ലോബ് ഏറ്റവും ലാർജസ്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ബാക്കിയൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ട് ചെറുതായിരിക്കും. ഈ പാരൈറ്റൽ ലോബിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ സബ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെ നോക്കാം. പാരൈറ്റൽ ലോബിന്റെ ഫസ്റ്റ് സബ് സ്ട്രക്ചർ ആണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റ് സെൻട്രൽ ഗൈറസ്, ഈ പച്ച കളറിലുള്ളതാണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ്. അപ്പോൾ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്താണ്, ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, സൊമാറ്റോ സെൻസറി കോർട്ടക്സ്. ഓക്കെ, പോസ്റ്റ് സെൻട്രൽ ഗൈറസിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ അതുമായി അസോസിയേറ്റഡ് ആണ് എന്ത്, സൊമാറ്റോ സെൻസറി കോർട്ടക്സ് ഉള്ളത്. ഈ സൊമാറ്റോ സെൻസറി കോർട്ടക്സിന്റെ പണി എന്താ അറിയോ, പ്രോപ്രിയോസെപ്ഷൻ, അതുപോലെ തന്നെ സൊമാറ്റിക് സെൻസേഷൻ, നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ടച്ച്, പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെയുള്ള പെയിന്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക, ഇതിനൊക്കെ പെർസീവ് ചെയ്യുക എന്നുള്ളതാണ് സൊമാറ്റോ സെൻസറി കോർട്ടക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടച്ച്, പ്രഷർ, പെയിന് പോലെയുള്ള നമ്മളുടെ പ്രോപ്രിയോസെപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസിനെ പെർസീവ് ചെയ്യുക എന്നുള്ളതാണ് സൊമാറ്റോ സെൻസറി കോർട്ടക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ പോസ്റ്റ് സെൻട്രൽ ഗൈറസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സൊമാറ്റോ സെൻസറി കോർട്ടക്സ് ഉള്ളത് കേട്ടോ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോർഷൻ ഓഫ് പാരിയറ്റൽ ലോബ്. ഏതൊക്കെയാണ്, സൊമാറ്റോ സെൻസറി കോർട്ടക്സ് ആണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്രിയോസെപ്ഷൻ പ്രോപ്പറായിട്ട് നടത്തുക എന്നുള്ളത്. പ്രോപ്രിയോസെപ്ഷനിൽ നമ്മളെ സൊമാറ്റിക് സെൻസേഷൻസ് ബോഡിയിൽ നിന്നുള്ള ടച്ചും പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇതിൽ പെടുന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത്തേതാണ് ആംഗുലാർ ഗൈറസ് എന്ന് പറയുന്നത്. ആംഗുലാർ ഗൈറസ് ആണ് രണ്ടാമത്തെ പാരൈറ്റൽ ലോബിന്റെ ഒരു സബ് പോർഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഇതാണ്, ഈ ഒരു റെഡ് കളറിൽ ചെറിയ രീതിയിൽ ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് അത്രയും ചെറുതായിട്ട് അവിടെ വന്നിട്ടുള്ളത്, ചെറിയൊരു പോർഷൻ ആണ്. സോ നമ്മളുടെ സെമാൻറ്റിക് പ്രോസസ്സിങ്ങിൽ, എസ്പെഷ്യലി വേർഡ് റീഡിങ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു പാരൈറ്റൽ ലോബ് ലോകത്തെക്കുറിച്ചുള്ള നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ എങ്ങനെ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കൂടുതൽ അസോസിയേറ്റഡ് ആണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ കാണിച്ചിരുന്നു പാരൈറ്റൽ ലോബിൻ്റെ. സോ അപ്പോൾ ഇവിടെ ഈ ആംഗുലാർ ഗൈറസ് എപ്പോഴാണ് കോൺസെൻട്രേറ്റ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയെന്ന് അറിയോ, നമ്മൾ സെമാൻറ്റിക് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, മീനിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, വേർഡുകൾ റീഡ് ചെയ്യുന്ന സമയത്ത്, നമ്പർ, മാത്തമാറ്റിക്കലായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ മെമ്മറി, നമ്മൾ മുമ്പേ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്ന സമയത്ത്, അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത്, സ്പേഷ്യൽ കോഗ്നിഷൻ നടക്കുന്ന സമയത്ത്, റീസണിങ്ങിൽ, സോഷ്യൽ കോഗ്നിഷനിൽ, ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിലും നമ്മുടെ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഏരിയാസിൽ ഈ നമ്പർ പ്രോസസ്സിങ്ങിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആംഗുലർ ഗൈറസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. സംഭവം ചെറുതാണെങ്കിലും പണി വലുതാണ്. ഓക്കെ, അതായത് ചെറിയൊരു സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് ബ്രെയിനിൽ ഇത് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ആ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെന്താ പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ,
റീഡിങ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റണമെന്നില്ല. ഓക്കെ, റീഡിങ്ങിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മാത്തമാറ്റിക്സിൽ നിങ്ങൾ വളരെ പൂറായിരിക്കും. ഒന്ന് എത്രയെന്ന് വെച്ചാൽ 10 എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു തരും. ഓക്കെ, സോ എന്തായാലും അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. സോ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകളിൽ കൺസിസ്റ്റൻ്റ്ലി എന്ത് ചെയ്യാണ് ആംഗുലർ ഗൈറസ് ഇൻവോൾവ് ആവുകയാണ്. ബിക്കോസ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ പലപ്പോഴായിട്ട് ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു സബ്സ്ട്രക്ചറാണ് പ്രക്യൂനിയസ് എന്ന് പറയുന്നത്. പ്രക്യൂനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെറൈറ്റൽ ലോബിന്റെ മറ്റൊരു ഏരിയ ആയിട്ടാണ് വരുന്നത്. ഇറ്റ്സ് എ ബ്രെയിൻ റീജിയൻ ഇൻവോൾവ് ഇൻ വെറൈറ്റി ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻസ്. കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. റീകളക്ഷൻ ആൻഡ് മെമ്മറി. പ്രക്യൂനിയസിന്റെ ഒരു ആദ്യത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെമ്മറി റീകളക്ഷൻ ആണ്. മുന്നേ ഉള്ള മെമ്മറി റീകളക്ട് ചെയ്യുക, റിട്രീവ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിലാണ്. ഇൻ്റർഗ്രേഷൻ ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു പെർസെപ്ഷൻ ഓഫ് ദ എൻവയൺമെൻറ്റ്. നമ്മൾ ചുറ്റുമുള്ള പല കാര്യങ്ങളെയും പെർസീവ് ചെയ്യുന്നുണ്ട്. ഈ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹോൾ കൺസെപ്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ പ്രക്യൂനിയസിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ റിലേറ്റിംഗ് ക്യൂ റിയാക്ടിവിറ്റി മെൻ്റൽ ഇമേജിനറി സ്ട്രാറ്റജീസ്. മെൻ്റൽ ഇമേജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ മാപ്പും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇമേജിൻ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്കുള്ള റൂട്ട് നമ്മൾ ഇമേജിൻ ചെയ്യും. സോ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇമാജിനേഷനിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് പ്രക്യൂനിയസ് എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയും കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. സോ എപ്പിസോഡിക് മെമ്മറി റിട്രീവൽ ആൻഡ് അഫക്റ്റീവ് റെസ്പോൺസസ് ടു പെയിൻ എന്നുള്ളതാണ്. പെയിനോട് ഇമോഷണൽ റെസ്പോൺസുകൾ കൊടുക്കുന്നതിൽ. അതുപോലെ തന്നെ എപ്പിസോഡിക് മെമ്മറി, നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഇവൻറ്റുകളുടെ മെമ്മറിയാണ് എന്ത് എപ്പിസോഡിക് മെമ്മറി എന്നുള്ളത്. എപ്പിസോഡുകളുടെ മെമ്മറിയാണ്. ആ എപ്പിസോഡിക് മെമ്മറിയുടെ റിട്രീവൽ, ഓർത്തെടുക്കലിൽ പ്രക്യൂനിയസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രക്യൂനിയസിന്റെ ഫങ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഇത് പെറൈറ്റൽ ലോബിന്റെ ഒരു ഏരിയ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്നാമത്തെ ഏരിയ ഓഫ് പെറൈറ്റൽ ലോബാണ് പ്രക്യൂനിയസ് എന്നുള്ളത്. മെമ്മറി റീകളക്ഷൻ, ഇൻഫർമേഷൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഹോളായിട്ട് പെർസീവ് ചെയ്യുന്നതിലുള്ള ഹെൽപ്പ്. അതുപോലെ തന്നെ മെൻ്റൽ ഇമേജിനറി സ്ട്രാറ്റജീസിലുള്ള ഹെൽപ്പ്, എപ്പിസോഡിക് മെമ്മറിയെ റിട്രീവ് ചെയ്യാനുള്ള ഹെൽപ്പ്, ഇമോഷണൽ റെസ്പോൺസ് ടു പെയിൻ മാനേജ് ചെയ്യാനുള്ള ഹെൽപ്പ്. ഇതൊക്കെ എന്താണ് പ്രക്യൂനിയസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പെറൈറ്റൽ ലോബ് ചെയ്യുന്ന വർക്കുകളിൽ കുറച്ചെണ്ണമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ബാക്കിയുള്ള ആംഗുലർ ഗൈറസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു, ആൻഡ് ഓൾസോ പോസ്റ്റ് സെൻട്രൽ ഗൈറസിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഈ 3 മേജർ ഏരിയാസ് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പെറൈറ്റൽ ലോബ് ഉള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ലോബിനൊക്കെ വേറെയും ചെറിയ സബ്സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനൊക്കെ അതിൻ്റെതായ ഫംഗ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് 3 വീതം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്രം ആദ്യം. ഇനി അടുത്ത ലോബ്, മൂന്നാമത്തെ ലോബാണ് ടെമ്പോറൽ ലോബ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലോബാണ് ടെമ്പോറൽ ലോബ് എന്ന് പറയുന്നത്. plays a significant role in recognizing and using language. ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിൽ, വേർഡുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ. എന്ന് എഴുതിയത് എന്ന് വായിക്കണമെങ്കിൽ നമുക്ക് വേർഡ് റെക്കഗ്നിഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ലോബാണ് ടെമ്പോറൽ ലോബ് എന്ന് പറയുന്നത്. ടെമ്പോറൽ ലോബിന്റെ മറ്റു ഫങ്ഷൻസും അതിന്റെ ഏരിയാസും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതാണ് പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ്. ഓക്കെ, പ്രൈമറി മോട്ടോർ കോർട്ടക്സ് നമ്മൾ പറഞ്ഞു, സൊമാറ്റോ സെൻസറി പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ടെമ്പോറൽ ലോബ്. എവിടെയാണ് പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ്? ഇതാ ഈ പച്ച കളറിലുള്ളതാണ് പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ്. അതിൻ്റെ സബ് ഏരിയ, അതിൻ്റെ അണ്ടറിലൊക്കെ ആയിട്ടാണ് വെർണിക്സ് ഏരിയ വരുന്നത്, വിച്ച് വി വിൽ ഡിസ്കസ് ഡെഫിനറ്റ്ലി. ഓക്കെ, സോ എന്താണ് പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓഡിറ്ററി ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. നമ്മൾ കേൾക്കുന്ന എല്ലാ ഇൻഫർമേഷൻസിനെയും പ്രോസസ്സ് ചെയ്യുന്ന ആരാണ്? പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ് ആണ്. അത് എന്ത് ടൈപ്പ് ഓഫ് സൗണ്ട് ആവട്ടെ കേട്ടോ. ഇത് ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. ഹയർ ഫങ്ഷൻസ് ഓഫ് ഹിയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പിന്നെ ലാംഗ്വേജിലേക്ക് ഹിയറിങ്, നമ്മൾ കേൾക്കുന്ന ഭാഷ ഏതാണെന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ആ ഒരു കംപ്ലീറ്റ് ഹിയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഹയർ ലെവൽ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്ന അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൈമറി ഓഡിറ്ററി കോർട്ടക്സ് ആണ്. സോ ഇറ്റ്സ് ബേസിക്കലി വിത്ത് ഹിയറിംഗ്. ഓക്കെ, ഇനി ഹിപ്പോ ക്യാമ്പസ് ആണ് രണ്ടാമത്തത് കേട്ടോ. രണ്ടാമത്തെ ടെമ്പോറൽ ലോബിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് മേജർ ഏരിയാസ് ഓഫ് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഹിപ്പോ ക്യാമ്പസ് വളരെ ചെറുതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാണ്, പക്ഷേ ഒരു പോലത്തെ ഒരു കടൽ കുതിര. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ സം സോർട്ട് ഓഫ് ലൈക്ക് സീ ഹോസ് എന്നുള്ളൊരു ടേം ആണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത്. സീ ഹോസിനെ പോലെ എന്നാണ് അതിൻ്റെ ഒരു ടേം ലിറ്ററൽ മീനിങ് എന്നൊക്കെ പറയുന്നത്. സോ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. സോ അതിൻ്റെ തിക്നെസ്സും സംഭവങ്ങളൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ വരും ഓരോ സ്ട്രക്ചറിനനുസരിച്ച്. സോ ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഹിപ്പോ ക്യാമ്പസ് ഈസ്. അപ്പോൾ എന്താണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സ്മോൾ ആയിട്ടുള്ള പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ സ്ട്രക്ചറാണ്. ലേണിങ്, പുതിയ മെമ്മറീസ് ഫോം ചെയ്യുക,
അതായത് പുതിയൊരു കാര്യം പഠിക്കുന്നതും പുതിയൊരു മെമ്മറി ഫോം ചെയ്യുന്നതും ആ മെമ്മറിയെ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതും ഇതിലൊക്കെയാണ് ഹിപ്പോ ക്യാമ്പസിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അംനേഷ്യ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹിപ്പോ ക്യാമ്പസിനൊക്കെ ഡാമേജ് വരും കേട്ടോ. ഡിമെൻഷ്യ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇറ്റ് ഇസ് എ പ്ലാസ്റ്റിക് ആൻഡ് വൾണറബിൾ സ്ട്രക്ചർ ദാറ്റ് ഗെറ്റ്സ് ഡാമേജ്ഡ് ബൈ എ വെറൈറ്റി ഓഫ് സ്റ്റിമുലസ്. വളരെ ഈസി ആയിട്ട് ഡാമേജ് ചെയ്യപ്പെടാൻ, വൈറസ് ഒക്കെ അറ്റാക്ക് ഒക്കെ ഉണ്ടാവാൻ, ബാക്ടീരിയൽ അറ്റാക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റോള് വരുന്നത് നമ്മൾ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതിലും പുതിയ മെമ്മറി ഫോം ചെയ്യുന്നതിലൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പുതിയ മെമ്മറീസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഷോർട്ട് ടൈം മെമ്മറി വരെ ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളതാണ്. എസ്പെഷ്യലി ലോങ് ടൈം മെമ്മറിക്കാണ് പണിയാവുക. കാരണം മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, മെമ്മറി കൺസോളിഡേഷൻ. ആ മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് മെമ്മറി ഇൻപുട്സ് ഫ്രം ഷോർട്ട് ടേം ടു ലോങ് ടേം. എലാബറേറ്റീവ് റിഹേഴ്സലിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോങ് ടേം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ആ മെമ്മറി കൺസോളിഡേഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്, പോസിബിൾ ആക്കുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ് കേട്ടോ. ഓക്കെ, സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ഇറ്റ് ഇസ് ഓൾസോ അഫക്റ്റഡ് ഇൻ എ വെറൈറ്റി ഓഫ് ന്യൂറോളജിക്കൽ ആൻഡ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് എന്നാണ്. പല രീതിയിലുള്ള സൈക്കാട്രിക്കും ന്യൂറോളജിക്കലുമായിട്ടുള്ള ഡിസോർഡേഴ്സ് എന്ത് ചെയ്യും, ഈ ഹിപ്പോ ക്യാമ്പസിനെ അഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ മെമ്മറിയെയും ലേണിങ്ങിനെയും ബാധിക്കുകയും ചെയ്യും. Okay, that is the second structure of substructure of temporal lobe, hippocampus. The third one is definitely Wernicke's area. നമ്മൾ ബ്രോക്കാസ് ഏരിയ പറഞ്ഞു. ബ്രോക്കാസ് ഏരിയ ഫ്രോണ്ടൽ ലോബിന്റെ ഭാഗമാണ്. ബ്രോക്കാസ് ഏരിയ എന്തായിരുന്നു, സ്പീച്ച് പ്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ. അതായത് നമുക്ക് സംസാരിക്കാൻ പറ്റുക, വാക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എന്ത് ചെയ്തത്, ബ്രോക്കാസ് ഏരിയയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത്. പക്ഷേ വെർണിക്സ് ഏരിയയുടേത് വേർഡ് അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് റെക്കഗ്നിഷൻ ആണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. വെർണിക്സ് ഏരിയക്ക് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് വെർണിക്സ് അഫാസിയ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേർഡിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ലാംഗ്വേജ് പ്രോസസ്സിംഗ്, particularly ലാംഗ്വേജ് കംപ്രഹെൻഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കംപ്രഹെൻഷൻ നടത്തുക എന്നുള്ളതൊക്കെയാണ് ഈ വെർണിക്സ് ഏരിയയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Traditionally located in the left hemisphere of the brain, typically in the posterior part of the superior temporal gyrus near the Sylvian fissure എന്നുള്ളതാണ്. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട. ജസ്റ്റ് അതിൻ്റെ ലൊക്കേഷൻ ഒന്നും പൊതുവേ ചോദിക്കാറില്ല നെറ്റ് എക്സാമിന്. ലൊക്കേഷൻ ലൈക്ക് നിങ്ങൾ ഈ ഒരു ലോബിൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ടെമ്പോറൽ ലോബിൻ്റെ. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഫംഗ്ഷൻ സ്പീച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് കംപ്രഹെൻഷൻ ആണ്, റെക്കഗ്നിഷൻ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ 3 ലോബുകളെ കുറിച്ച് പറഞ്ഞു. ഇനി 4ാമത്തെ ലോബ് ഏതാ നോക്കാം, ഓക്സിപിറ്റൽ ലോബ്. ഓക്കെ, ഓക്സിപിറ്റൽ ലോബാണ് എന്ത്, 4ാമത്തെ ലോബ് എന്ന് പറയുന്നത്. ഏറ്റവും ബാക്ക് പാർട്ട്, ആ ഒരു മെഡുല ഒംബ്ലാങ്കേറ്റ ഒക്കെ വരുന്ന ഒരു ഏരിയയുടെ ഭാഗമായിട്ടാണ് ഓക്സിപിറ്റൽ ലോബ് വരുന്നത്. അസോസിയേറ്റഡ് ആയിട്ടാണ്, അടുത്തായിട്ടാണ് വരുന്നത്. ഓക്സിപിറ്റൽ ലോബ്, ബ്രെയിൻ സ്റ്റെം നിങ്ങൾക്ക് കാണാം. ബ്രെയിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടാവും അല്ലേ. സോ ഓക്സിപിറ്റൽ ലോബ് ഡിസൈഡ്സ് വാട്ട് യു സീ എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാണുന്നു എന്നുള്ളത് ഓക്സിപിറ്റൽ ലോബ് എന്ത് ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നോക്കാം. ഓക്സിപിറ്റൽ ലോബിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ്. ഈ ഒരു റെഡ് കളറിൽ വന്നിട്ടുള്ളതാണ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ്. ഇതെന്താണ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസീവ് ചെയ്യുക, സെഗ്മെന്റ് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്തിൻ്റെ, വിഷ്വൽ ഇൻഫർമേഷൻസിൻ്റെ. നമ്മളെ കണ്ണിലെ സെൻസറി റിസെപ്റ്റേഴ്സിലൂടെ നമ്മൾ റിസീവ് ചെയ്യുന്ന സെൻസറി വിഷ്വൽ ഇൻഫർമേഷൻസിനെ റിസീവ് ചെയ്യുകയും സെഗ്മെന്റ് ചെയ്യുകയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ്ഡ് ഇൻഫർമേഷൻ ഫ്രോം ദ വിഷ്വൽ കോർട്ടക്സ് ഈസ് സബ്സിക്വൻ്റ്ലി സെൻഡ് ടു അതർ റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ ടു ബി അനലൈസ്ഡ് ആൻഡ് യൂട്ടിലൈസ്ഡ്. അപ്പോൾ ഇതിൽ റിസീവ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, പ്രോസസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മറ്റ് ബ്രെയിൻ ഏരിയാസിലേക്ക് സെൻഡ് ചെയ്തിട്ട് അത് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുകയും അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. സോ പ്രൈമറി വിഷ്വൽ കോർട്ടക്സ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ബ്രെയിൻ എത്രത്തോളം കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം വൈവിധ്യമാർന്നതാണ്. അതായത് കാണാൻ വേണ്ടി ഒരു ഏരിയ, കേൾക്കാൻ വേണ്ടി ഒരു ഏരിയ, അതുപോലെ തന്നെ സെൻസ് ചെയ്യാൻ, പെർസീവ് ചെയ്യാൻ വേണ്ടി വേറൊരു ഏരിയ. സോ ഇതൊന്നും ഒരൊറ്റ സ്ഥലത്തായിട്ടുള്ളത്, ഡിഫറെൻറ്റ് ഏരിയാസിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെയിൻ ഇഞ്ചുറീസോ അങ്ങനെ ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പം ഏത് ഏരിയയിലാണ് ഡാമേജ് ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ബിഹേവിയേഴ്സിൽ, അവരുടെ ഫങ്ഷനിങ്ങിൽ ഉണ്ടാവുമെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഒന്നാമത്തെ ഒരു ഏരിയ ഓഫ് ഓക്സിപിറ്റൽ ലോബ് ഇസ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് കാൽക്കറൈൻ
സൾക്കസ് ആണ് കേട്ടോ. സോ കാൽക്കറൈൻ സൾക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷ്വൽ കോർട്ടക്സുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആണ്. വിഷ്വൽ കോർട്ടക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആണ്. പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ഇതിലാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇമേജ് കണ്ടല്ലോ അല്ലേ, കാൽക്കറൈൻ സൾക്കസിന്റെ ഒരു ഇമേജ് നിങ്ങൾ ഇവിടെ കാണാം. ഈ കംപ്ലീറ്റ് ഏരിയ ആ ഒരു സൾക്കസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇമേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് ഈ കാൽക്കറൈൻ സൾക്കസ് ആണ് ഈ രണ്ട് കളറിൽ ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഓക്കെ, ഈ ജസ്റ്റ് വര പോലെ ഇങ്ങനെ പോകുന്നില്ല, അത് കാൽക്കറൈൻ സൾക്കസിന്റെ ഏരിയാസ് ആണ്. അപ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്താണ് വിഷ്വൽ കോർട്ടക്സും നമ്മളെ പ്രൈമറി വിഷ്വൽ കോർട്ടക്സും ഒക്കെ നിൽക്കുന്നത്. സോ പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഷേപ്പ്, സൈസ്, ലൊക്കേഷൻ, അതുപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ്, വിഷ്വൽ ഫീൽഡിലുള്ള ഒബ്ജക്റ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ മനസ്സിലാക്കലൊക്കെയാണ് പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. സോ കാൽക്കറൈൻ സൾക്കസ് എന്ന് പറയുന്നതും എന്താണ്? ഒക്സിപിറ്റൽ ലോബിന്റെ ഒരു പോർഷൻ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക്. ഇതിൽ മൂന്നാമത്തെ പോർഷൻ ഞാൻ പറയുന്നില്ല, ബിക്കോസ് വെരി ലിമിറ്റഡ് ആണ്, ചെറുതാണ്. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രെയിനിന്റെ ലോബുകളിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മൾ ഫ്രോണ്ടൽ ലോബിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, സബ് ഏരിയാസ് പറഞ്ഞു, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പെരൈറ്റൽ ലോബിൻ്റെ പറഞ്ഞു, മൂന്നാമതായി ടെമ്പോറൽ ലോബിൻ്റെ പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ഓക്സിപിറ്റൽ ലോബ്. എന്തായാലും ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.